ഹലോ എവരിവൺ. ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു ഇന്നർ വോയിസ് പലപ്പോഴും കേൾക്കാറുണ്ട്. ആ എടുത്ത തീരുമാനം ശരിയായില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നൊക്കെ അല്ലേ. നമ്മളിൽ പലരും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു ഇന്നർ വോയിസിന് ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുക, അതനുസരിച്ച് പോകും. ചില സന്ദർഭങ്ങളിൽ അത് അവോയ്ഡ് ചെയ്യുകയും ചെയ്യും. എന്താണ് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഓരോ തീരുമാനങ്ങളിൽ ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ കേൾക്കുന്ന ആ ഉള്ളിൽ നിന്നുള്ള ആ വോയിസ്? അതിന്റെ പേരാണ് ഇൻഡ്യൂഷൻ എന്ന് പറയും. ഒരു ഗട്ട് ഫീലിംഗ് എന്നൊക്കെ നമ്മൾ പൊതുവിൽ പറയുന്ന ആ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഉള്ളറിവ് അല്ലെങ്കിൽ അവബോധം എന്നൊക്കെ നമുക്ക് പറയാം. നമ്മളുടെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട സന്ദർഭം വരുമ്പോൾ ഒരു പവർഫുൾ ടൂൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഇൻഡ്യൂഷൻ തന്നെയാണ്. എങ്ങനെയാണ് ഈ ഇൻഡ്യൂഷൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത്? നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മളൊരു തീരുമാനം എടുക്കേണ്ട ഒരു സന്ദർഭം ലൈഫിൽ ഉണ്ടാകുമ്പോൾ എവിടെ നിന്നാണ് ഈ ഇന്നർ വോയിസ് വരുന്നതെന്ന് നമുക്കൊക്കെ ഒരു സംശയം കാണും, അല്ലേ? യഥാർത്ഥത്തിൽ ഈ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിന് അതിന് കിട്ടുന്ന ആ ഇൻഫർമേഷൻ, നമ്മളൊരു ഡിസിഷൻ എടുക്കാനാണെങ്കിൽ ആ ഒരു ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യുന്ന രീതി കൊണ്ടാണ്. അതായത് ബ്രെയിൻ ഇൻഫർമേഷനെ കിട്ടുമ്പോൾ അതിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ്, നോളജ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യുന്നത്. അത് സബ് കോൺഷ്യസ് ലെവലിലാണ്. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സന്ദർഭം വരുന്നു, നമ്മളെപ്പോഴും കോൺഷ്യസ് ലെവലിൽ നിന്നാണ് ചിന്തിക്കുന്നത്, അല്ലെ? ഉദാഹരണത്തിന് ഒരു ജോലി അല്ലെ ഒരു ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കണം, നമ്മളെപ്പോഴും കോൺഷ്യസ് ലെവലിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. ഈ ജോലി തിരഞ്ഞെടുത്താൽ അല്ലെ ഈ ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുത്താൽ എനിക്ക് ഇന്ന നേട്ടങ്ങളുണ്ട്, അല്ലെ ഇന്ന ഇതുണ്ട്. നമ്മൾ കോൺഷ്യസ് ലെവലിൽ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിന് അതിന്റെ അതുവരെയുള്ള എക്സ്പീരിയൻസ്, പാസ്റ്റ് ആയിട്ട് കഴിഞ്ഞു പോയ പല അനുഭവങ്ങളിൽ നിന്നുള്ള എക്സ്പീരിയൻസും അതിന്റെ നോളജും യൂസ് ചെയ്തുകൊണ്ട് സബ് കോൺഷ്യസ് ലെവലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഇൻഡ്യൂഷൻ അഥവാ ഇന്നർ വോയിസ് ഉണ്ടാകുന്നത്. നമ്മളിൽ പലരും പല സന്ദർഭങ്ങളിലും നമ്മളുടെ ഉള്ളിലുള്ള ആ വോയിസിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്. എങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്ത് അല്ലെ ഇഗ്നോർ ചെയ്ത് പോകാറുണ്ട്. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്, എന്റെ ഉള്ളിൽ കേട്ട ആ ഒരു ഇതനുസരിച്ച് അല്ലെ ഉള്ളിൽ തോന്നിയതുപോലെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു എന്ന് ആ ഒരു നമ്മളുടേതായ രീതിയിൽ നമ്മൾ പോയി കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ തോന്നാറുണ്ട്, അല്ലെ? അപ്പോൾ ഇന്നർ വോയിസിന് അല്ലെങ്കിൽ ഈ ഇൻഡ്യൂഷന് നമ്മൾ ഏതൊക്കെ സന്ദർഭങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വെൻ മേക്കിംഗ് ബിഗ് ലൈഫ് ഡിസിഷൻസ്, ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഇൻഡ്യൂഷൻ അതായത് നമ്മുടെ ഇന്നർ വോയിസിന് ഒരു പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മുടെ കരിയറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരിക്കാം, അല്ല എങ്കിൽ നമ്മളുടെ ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം അനുകൂലമായിരിക്കും സാഹചര്യങ്ങളും, അല്ലെങ്കിൽ എല്ലാം. ഒരു ജോലിയുടെ കാര്യമാണെങ്കിൽ ആ ജോലി നമ്മൾ സ്വീകരിച്ച നല്ല സാലറി അല്ലെങ്കിൽ നല്ല ലൈഫ് നമ്മുടെ സെറ്റിൽഡ് ആവും എന്നൊക്കെ നമുക്ക് പുറമേ ഉള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നും ഇത് വേണ്ട, ഇത് ശരിയാവില്ല, ഇത് നിനക്ക് യോജിച്ചതല്ല എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ ആ തോന്നലിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു പാത്തിലേക്ക്, റൈറ്റ് പാത്തിലേക്ക്, ശരിയായ ഒരു ഡിസിഷനിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഇനി ജീവിതത്തിലെ തന്ത്രപ്രധാനമായ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു തോന്നൽ വരികയാണെങ്കിൽ ഒരല്പസമയം ഒന്ന് തനിച്ചിരുന്ന ആ ഇന്നർ വോയിസിന് എന്താണ് പറയാനുള്ളത്, അല്ലെ ഉള്ളിൽ നിന്ന് എന്താണ് വരുന്നത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കേൾക്കാൻ തയ്യാറായാൽ പലപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ എടുത്തതിനെ ഓർത്ത് പിന്നീട് ദുഃഖിക്കാനായിട്ട് ഇടയാകുന്ന സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മുടെ ഇൻഡ്യൂഷന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട മറ്റൊരു സന്ദർഭം എന്ന് പറയുന്നത് ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അത് വേണ്ട, അല്ലെ അത് ശരിയല്ല, അല്ലെ ഇങ്ങനെ ചെയ്യൂ എന്നുള്ള ഒരു ഉള്ളിൽ നിന്നൊരു സ്വരം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ഇടയായാൽ അവിടെ നിങ്ങൾ ആ ഒരു ഇന്നർ വോയിസിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് തയ്യാറാവുക. അതായത് ചില കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴല്ലേ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് തോന്നും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കോൺഷ്യസ് മൈൻഡ് ആണെങ്കിലും എല്ലാത്തിലും നല്ല നല്ല കാര്യങ്ങളാണ്, നല്ല അതിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങൾ, ഇങ്ങനെയുള്ള നല്ല വശങ്ങൾ മാത്രമായിരിക്കും പറയാനുള്ളത്, അല്ലെങ്കിൽ അതിനെ ആയിരിക്കും മുന്നിട്ട് കാണുന്നത്. പക്ഷെ അപ്പോൾ ഉള്ളിൽ നിന്ന് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട്, അല്ലെ ഇത് ശരിയല്ല എന്നൊരു തോന്നൽ വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിൻ നമുക്ക് ഒരു വാണിംഗ് തരികയാണ്. എന്താണ്? നമ്മൾ കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ പഴയ ഒരു പഴഞ്ചൊല്ലി പറയുന്നല്ലോ, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ഒരു വാണിംഗ് ആണ് നമ്മുടെ ബ്രെയിൻ തരാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുത്താൽ ചിലപ്പോൾ കുറച്ചു കാലത്തേക്ക് നമ്മുടെ ലൈഫിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നന്നായിട്ട് പോവുമെങ്കിലും പിന്നീട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടാകും എന്ന് ഉള്ള ഒരു വാണിംഗ് നമ്മുടെ ബ്രെയിൻ നമുക്ക് തരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു വാണിംഗ് നമുക്ക് കിട്ടുകയാണ് എങ്കിൽ ആ ഒരു ശബ്ദത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ തയ്യാറാവുക.
ഇനി നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നമ്മൾ ആകെ ബ്ലോക്കായി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഇൻഫർമേഷന്റെ ഓവർലോഡ് കൊണ്ടാണ്. നമ്മളൊക്കെ ഇന്ന് ഒരുപാട് വാർത്തകൾ അല്ലെ പല തരത്തിലുള്ളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പഠനം പറയുന്നത് ഒരു ആവറേജ് ആയിട്ടുള്ള വ്യക്തി ഒരു ദിവസം കേൾക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഏകദേശം 174 ന്യൂസ് പേപ്പറിലുള്ള അത്രയും വാർത്തകളിലൂടെയാണ് ഒരു വ്യക്തി ഒരു ദിവസം കടന്നു പോകുന്നത്. നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് അവെയർ അല്ല അല്ലെ. നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് കേൾക്കുന്നുണ്ട്, ഇതിൽ ചിലതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ ശരിയായ തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയാറില്ല. കാരണം ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ എടുക്കേണ്ട ആ ഡിസിഷനെ സംബന്ധിച്ചൊക്കെ ആണെങ്കിലും നമുക്ക് കിട്ടും. അത് പല വ്യക്തികളിൽ നിന്ന് കിട്ടും, പല സൈറ്റിൽ നിന്ന്, അല്ല പല പല മേഖലകളിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയാതെ പോകും. ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് ആ എല്ലാത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് ഒന്നൊരു അല്പസമയം മാറിയിരുന്ന് കണ്ണുകൾ അടച്ചൊരു ദീർഘശ്വാസം എടുത്ത് നമ്മളുടെ ഉള്ളിൽ നിന്ന് എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്, ഒരു കാഴ്ചപ്പാടെന്ന് നമ്മളൊന്ന് വിലയിരുത്താൻ ശ്രമിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിനെ സംബന്ധിച്ചുള്ള ഒരു ഇന്നർ വോയിസ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒരല്പം ക്ഷമയോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന കാര്യവും പ്രാക്ടീസിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇൻഡ്യൂഷന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സന്ദർഭം എന്ന് പറയുന്നത് ക്വിക്ക് ഡിസിഷൻ എടുക്കേണ്ട സന്ദർഭങ്ങൾ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അധിക സമയം ആലോചിക്കാനൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് എങ്കിൽ നമ്മൾ ആ തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ ഇൻഡ്യൂഷൻ നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ തയ്യാറാവും. വെൻ ചൂസിങ് പാത്ത് ഇൻ ലൈഫ്, നമ്മളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ വഴി അല്ലെ പർപ്പസ് കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് ഈ ഇൻഡ്യൂഷന് സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് അല്ലെ പർപ്പസ് എന്താണെന്ന് കണ്ടെത്താനായിട്ട് ഉള്ളിൽ നിന്ന് തോന്നുമ്പോൾ അവിടെ ഇൻഡ്യൂഷന് പ്രാധാന്യം കൊടുക്കാനായിട്ട് തയ്യാറാവുക. പലപ്പോഴും നമ്മളുടെ സൊസൈറ്റി, നമ്മളുടെ ചുറ്റിനുമുള്ളവരൊക്കെ പറയും നീ കാണിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് നല്ലൊരു ജോലിയുള്ളൊരു വ്യക്തി ആ ജോലി വേണ്ടാന്ന് വെച്ച് ആ ഇൻഡ്യൂഷൻ മൂലം അല്ലെ ആ ഇന്നർ വോയിസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പാഷനിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് ഒരുപാട് വാക്കുകൾ അല്ലെ ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വരും അല്ലെ. നീ കാണിക്കുന്നത് മണ്ടത്തരമാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ ഇതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള. അപ്പോൾ അവിടെ ഈ സൊസൈറ്റിയിൽ എക്സ്പെക്ടേഷൻ, സൊസൈറ്റിക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ നമ്മളുടെ ലൈഫിൻ്റെ പർപ്പസ് കണ്ടെത്താനോ നമ്മളുടെ ജീവിതത്തിന് അർത്ഥവും സന്തോഷവും സമാധാനം തരുന്ന മേഖലയൊന്നും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ പോകും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ലൈഫിൻ്റെ പർപ്പസ് കണ്ടെത്താനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡ്യൂഷന് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉള്ള ആ വോയിസിന് പ്രാധാന്യം കൊടുക്കാൻ തയ്യാറാവുക. അത് നിങ്ങളെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് തന്നെ നിങ്ങളുടെ പാഷനിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമുക്ക് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മളുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ നമ്മൾ കരുതുന്ന ചില ഡിസിഷൻസ് നമ്മുടെ ലൈഫിൽ എടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ ഇൻഡ്യൂഷന്, നമ്മളുടെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ആ വോയിസിന് പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. അതിനർത്ഥം മറ്റുള്ളവർ പറയുന്ന പൂർണ്ണമായ അഭിപ്രായങ്ങൾ നിരാകരിക്കണമെന്നല്ല, അതെല്ലാം കേൾക്കാം അല്ലേ. പക്ഷേ അവരൊക്കെ എപ്പോഴും നമ്മളോട് എന്ത് കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് അവരുടേതായ ആംഗിളിൽ നിന്നുകൊണ്ടാണ്, അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ്. നമ്മളുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യമായി അത് മാറണമെങ്കിൽ അത് നമ്മളുടെ ബ്രെയിനിന് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് അല്ലേ. നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മളുടെ അതുവരെ നമ്മൾ സമ്പാദിച്ച ആ അറിവുകൾ എല്ലാം വെച്ചുകൊണ്ട് നമ്മളുടെ ബ്രെയിൻ നമുക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നമുക്ക് പറഞ്ഞു തരാനായിട്ട് കൂടെ ഗൈഡൻസിന് ഉണ്ട് എങ്കിൽ ആ ഇൻഡ്യൂഷന് നമ്മൾ കേൾക്കാൻ തയ്യാറാവുക, അതിന് പ്രാധാന്യം കൊടുക്കാൻ തയ്യാറാവുക, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാവുക. പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഇൻഡ്യൂഷന് പ്രാധാന്യം കൊടുക്കാൻ തയ്യാറായാൽ നല്ല തീരുമാനങ്ങൾ, വാല്യുബിൾ ആയിട്ടുള്ള അല്ലെ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മുടെ ലൈഫിൽ എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.